അടിക്കുത്തരം മുറിപ്പത്തൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കയ്പേറിയതും വേദനാജനകവുമായ തിരിച്ചടിക്കായി ഇസ്രയേൽ കാത്തിരിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ സ്വയം കയ്പേറിയ വിധി നിശ്ചയിച്ചു, തീർച്ചയായും അത് ലഭിക്കുമെന്നും ആക്രമണം ഇസ്രയേലിന്റെ നീച സ്വഭാവം വെളിപ്പെടുത്തുന്നതെന്നും ആയത്തുള്ള ഖമേനി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ശത്രു ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരുമാണ് രക്തസാക്ഷികളായിട്ടുള്ളത്. അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ദൈവം അനുവദിച്ചാൽ ഉടൻ തന്നെ അവരുടെ കർത്തവ്യങ്ങൾ പുനരാരംഭിക്കും. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന് കനത്ത ആൾനാശമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെടുകയുണ്ടായി. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമിയുടേതിന് പിന്നാലെ സൈനിക മേധാവി മുഹമ്മദ് ബഖേരിയുടെ മരണവും ഇറാൻ സ്ഥിരീകരിക്കുകയുണ്ടായി. റവല്യൂഷണറി ഗാർഡ്സിന്റെ ഗദം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ തലവൻ മേജർ ജനറൽ ഗോലം അലി റാഷിദും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന് റൂബിയോ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്നും മേഖലയിലെ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ പ്രധാന മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. US ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രയേലിന്റെ ആക്രമണം നടത്തിയത്. ഞായറാഴ്ച ഒമാനിൽ വെച്ചാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനിരുന്നത്. ഇതിനിടയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വെള്ളിയാഴ്ച പുലർച്ചെ ആക്രമണം നടന്നത്. ഇറാനു നേരെ സൈനിക നടപടി ആരംഭിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അറിയിക്കുകയുണ്ടായി. ടെഹ്റാനിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കുട്ടികൾ ഉൾപ്പെടെ മരിച്ചതായും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ IRNA റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ടെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങളായി അമേരിക്കയുടെ സമ്മതമില്ലാതെ തന്നെ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കുമെന്ന് നേരത്തെ US ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച രാവിലെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുവെന്നും വൈകാതെ അതെല്ലാം പുറത്തുവിടുമെന്നും കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ആക്രമണശേഷിയെ ശക്തിപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ ശേഖരം എന്നാണ് അവയെ വിശേഷിപ്പിച്ചത്. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് സ്റ്റേറ്റ് TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് വെല്ലുവിളി നടത്തിയത്. ഇറാനിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുള്ള നയതന്ത്ര പ്രതിനിധികളെ ഭാഗികമായി അമേരിക്ക പിൻവലിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിന് വഴിയൊരുക്കുന്നതാണ് ഇസ്രയേൽ ഇറാൻ മേൽ ഇന്നലെ രാത്രി നടത്തിയ ആക്രമണം. അതേസമയം ഇതുകൊണ്ടൊന്നും താൻ തൃപ്തനല്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന രീതിയിലുള്ള ഭീഷണിയും നെതന്യാഹു മുഴക്കിയിട്ടുണ്ട്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്കാണ് പോകുന്നത്.